ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ല എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് എന്ന ഷറഹ് ഓഡിയോ നമ്പർ 63. ഖാല ഷെയ്ഖ് റഹിമഹുല്ലാ ഫി മസായിലിഹി. ഇവിടെ ഈ അധ്യായത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞ മസ്അലകളിൽ അദ്ദേഹം പറഞ്ഞു, ഫി ഷാഹിദുൻ ലി കലാമി സ്വഹാബ. നേരത്തെ പറഞ്ഞ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ സഹാബാക്കളുടെ സംസാരത്തിനുള്ള സാക്ഷ്യമുണ്ട്. എന്ത്? അന്ന ഷിർക്കൽ അസ്ഗറ അക്ബറു മിനൽ കബായിറി. വൻ ദോഷങ്ങളെക്കാൾ വലുതാണ് ഷിർക്കുൽ അസ്ഗർ എന്ന ചെറിയ ഷിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത തരം ഷിർക്ക്. ഫഷിർക്കുൽ അസ്ഗറു, അപ്പോൾ ചെറിയ ഷിർക്ക്, ഷിർക്കുൽ അസ്ഗർ എന്നത് അക്ബറു മിനൽ കബായിരി, മറ്റ് വൻ പാപങ്ങളെക്കാൾ വലുതാണ്. لأن المعاصي وإن كانت كبائر إذا لم تكن شركا فلا تخل بالعقيدة. കാരണം മാസി പാപങ്ങൾ അത് വൻ പാപങ്ങളാണെങ്കിലും അത് ഷിർക്കല്ലെങ്കിൽ അത് അഖീദയിൽ കോട്ടം തട്ടിക്കൂല. അമ്മ ഷിർക്കുൽ അസ്ഗറു, എന്നാൽ ഷിർക്കുൽ അസ്ഗർ അത് ചെറിയ ഷിർക്കാണെങ്കിൽ പോലും ഫഇന്നഹു യഖല്ലു ബിൽ അഖീദത്തി, അത് അഖീദക്ക് കോട്ടം തട്ടിക്കുമെന്നതാണ്. അമ്മ ഷിർക്കുൽ അസ്ഗറു ഫഇന്നഹു യഖല്ലു ബിൽ അഖീദത്തി വഅയ്ളൻ, അപ്രകാരം തന്നെ ലാ യൗഫറു അല സ്വഹീഹ്, ഏറ്റവും ശരിയായിട്ടുള്ള വീക്ഷണ പ്രകാരം അത് പൊറുക്കപ്പെടുന്നതല്ല. അപ്പോൾ ഷിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണെന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ. അപ്പോൾ ഷിർക്കല്ലാത്ത എന്ന് പറഞ്ഞതിൽ ചെറിയ ഷിർക്കും ഉൾപ്പെടുമെന്നതാണ്. അപ്പോൾ ചെറിയ ഷിർക്കും പൊറുക്കുകയില്ല തൗബ കൂടാതെ എന്നതാണ് സഹീഹായ വീക്ഷണം എന്നാണ് ഷെയ്ഖ് അവർ വിശദീകരിക്കുന്നത്. വൽ മആസി അൽ കബായിറു അല്ലത്തി ദൂനഹു മദില്ലത്തുൽ മഗ്ഫിറത്തി. എന്നാൽ വൻ പാപങ്ങൾ ഷിർക്കല്ലാത്ത, അത് ഷിർക്കുൽ അസ്ഗർ ആകട്ടെ ഷിർക്കുൽ അക്ബർ ആകട്ടെ, അത് പൊറുക്കപ്പെടും എന്ന് ധരിക്കാം. അതായത് തൗബ ഇല്ലാതെ പോലും അള്ളാഹു ചിലപ്പോൾ അവൻ്റെ അവസാരം കൊണ്ട് ഔദാര്യം കൊണ്ട് പുറത്തു തന്നേക്കാം. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു അവന് ഷിർക്ക് വെക്കപ്പെടുന്നത് പൊറുക്കുന്നതല്ല, അതിന് താഴെയുള്ളത് അവനെ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തേക്കാം. വശാഹിദു മിനൽ ഹദീസ് ളാഹിർ. അപ്പോൾ ഈ ഹദീസിൽ നിന്നുള്ള സാക്ഷ്യം എന്നത് വ്യക്തമാണ്. لأن النبي صلى الله عليه وسلم استنكر لبس الحلقة التي يقصد منها دفع الضرر. ബുദ്ധിമുട്ട് തടുക്കുക എന്ന് ഉദ്ദേശിക്കപ്പെടുന്ന ആ വളയം ധരിക്കൽ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻകാർ ചെയ്തു, അത് നബി വെറുത്തു, നബി നിരോധിച്ചു. വഅഖ്ബറ അന്നഹ ലാ യൽതസീദു സ്വഹിബഹാ ഇല്ലാ മറദ. ആ വളയം ധരിക്കൽ അത് ധരിക്കുന്ന ആൾക്ക് രോഗം വർദ്ധിപ്പിക്കുകയല്ലാതെ ഇല്ല എന്ന് നബി പറഞ്ഞു. മാത്രമല്ല വഅന്നഹു ലൗ മാത അലൈഹി മാ അഫ്ലഹ അബദ. ആ വളയത്തിലായിക്കൊണ്ട് ആ ഐക്കല്ല് ഏലസ് അങ്ങനത്തെ സാധനങ്ങൾ, വളയം, അതൊക്കെ അതിലായിക്കൊണ്ട് അയാൾ മരിച്ചാൽ ഒരിക്കലും വിജയിക്കുകയില്ല എന്നും പറഞ്ഞു നബി. വഹാദാ ഫിഹി ദലീലുൻ അലാ മൻഇ ലുബ്സിൽ ഹൽഖത്തി വനഹ്വിഹാ മിൻ അജ്ലി ദഫ്ഇ ദറർ. അപ്പോൾ ബുദ്ധിമുട്ട് പ്രയാസം നീക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വളയങ്ങളും ചരടുകളും ഒക്കെ ധരിക്കുക എന്നത് തടയണമെന്നതിൽ അതിൽ തെളിവ് ഉണ്ട് ഈ ഹദീസിൽ. ഔ മിൻ അജ്ലി ദഫ്ഇൽ ഐൻ, അല്ലെങ്കിൽ കണ്ണേർ തടയാൻ വേണ്ടിയിട്ട്, വൈരി ദാലിക മിനൽ മഖാസിദി സിയ്യ, അതുപോലുള്ള ഉദ്ദേശങ്ങൾ. ഇനി വമിസ്ലുഹു, അതുപോലെ തന്നെയാണ് എന്ത് റിബത്തുൽ ഖൈത്തി അല സാഖി, തണ്ടൻകാലിൽ ചരട് കെട്ടുക. ഫബഅദുന്നാസി യർബിതൂന ഖുയൂതൻ അലാ സിഖാനിഹിം. ചില ആളുകൾ അവരുടെ കണങ്കാലുകളിൽ എന്ത് ചെയ്യുന്നു, സാക്കിൽ എന്ത് കെട്ടുന്നു, ഹൈത്ത് ചരട് കെട്ടുന്നു. ഔ അലാ അദ്റാഇഹിം, അല്ലെങ്കിൽ അവരുടെ മുഴങ്കൈകളിൽ കെട്ടുന്നു. ഔ അലാ അസാബിഇഹിം, അല്ലെങ്കിൽ അവരുടെ വിരലുകളിൽ കെട്ടുന്നു. യഖൂലൂന, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന ഹാദാ യംനഉ മിനൽ മറദ്, ഇത് രോഗം തടയാനാണ്. വഹാദാ ഹുവ നഫ്സുഹു ഫിഅലുൽ ജാഹിലിയ, ഈ പ്രവൃത്തി തന്നെ എന്താണ്, ജാഹിലിയത്തിൻ്റെ പ്രവൃത്തിയാണ്. വഹുവ
മസലുല്ലദി ഇസ്തൻകറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദിൽ ഹദീസ്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നിരോധിച്ചതിന് ഉദാഹരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഖാല, എന്നിട്ട് ഷെയ്ഖ് അവർക്ക് പറഞ്ഞു, റവാഹു അഹ്മദ്, ഈ ഹദീസ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്തു എന്ന്. അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അഷ്-ഷൈബാനി അൽ ഇമാം അൽ ജലീൽ അഹദുൽ അയിമ്മത്തുൽ അർബഅ ഷെയ്ഖുൽ മുഹദ്ദിസീൻ റഹിമഹുല്ലാഹ്. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അവർകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ. 4 ഇമാമുകളിൽ ഒരാളായ മുജ്തഹിദുകളായിട്ടുള്ള 4 ഇമാമുകൾ, ഇമാം ഷാഫി റഹ്മഹുല്ലാ, ഇമാം മാലിക് റഹ്മഹുല്ലാ, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ. അപ്പോൾ 4 ഇമാമുകളിൽ ഒരു ഇമാമാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമുൽ ജലീൽ, മഹാനായിട്ടുള്ള ഇമാമാണ്. ഷെയ്ഖുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ ഷെയ്ഖ് റഹ്മഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ. വഹുവൽ ഇമാമുല്ലദി ഇംതുഹിന വസബറ, പരീക്ഷിക്കപ്പെട്ട, ധാരാളമായിട്ട് ക്ഷമിച്ച ഇമാമാണ്. ഉംതുഹിന ഫിൽ അഖീദത്തി, അഖീദയിൽ പരീക്ഷിക്കപ്പെട്ടു. അലാ യദിൽ മഅ്മൂൻ വൽ മുഅ്തസിം വൽ വാസിഖ്. ഇപ്പറഞ്ഞ ഖലീഫമാർ, ഈ 3 ഖലീഫമാരുടെയും കീഴിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു എന്നതാണ്. പിന്നെ ഖുലഫായി ബനിൽ അബ്ബാസ്, ബനിൽ അബ്ബാസിൻ ഖുലഫാക്കൾ. لأن المأمون تأثر بالمعتزلة, കാരണം മഅ്മൂൻ, ഖലീഫ മഅ്മൂൻ, അയാൾക്ക് മുഅ്തസിലി സ്വാധീനമുണ്ടായി. വഅദ്ഖലു അലൈഹി അഷ്യാ മുസ്തൻകറ മിൻഹ അൽ ഖൗലു, അപ്പോൾ അദ്ദേഹത്തിൽ അയാൾ പ്രവേശിപ്പിച്ചു, അവർ പ്രവേശിപ്പിച്ചു, ആര്? മുഅ്തസിലക്കാർ. ചില കാര്യങ്ങൾ, മുഅ്തസിലികളുടെ ചില വിശ്വാസ കാര്യങ്ങൾ അയാളിൽ സ്വാധീനം ചെലുത്തി, അവർ അങ്ങനെ സ്വാധീനമുണ്ടാക്കി എന്നതാണ്. അതിൽപ്പെട്ടതാണ് അൽ ഖൗലു ബി ഖൽഖിൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. വമിൻഹാ തഅരീബുൽ കുതുബി റൂമിയ, റോമാക്കാരുടെ ഗ്രന്ഥങ്ങൾ അറബിവൽക്കരിച്ചു, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. കുതുബിൽ ഉമമിൽ കാഫിർ, അതേപോലെ കാഫിർ സമുദായങ്ങളുടെ ഗ്രന്ഥങ്ങൾ. അല്ലത്തി ലമ്മ ഉരിബത് ദഖല അലാ അഖായിദിൽ മുസ്ലിമീന മിൻഹാ ശർറുൽ കസീർ, അത് അറബിവൽക്കരിച്ചപ്പോൾ, അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടപ്പോൾ അത് മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളിൽ അത് സ്വാധീനം ചെലുത്തി. വഹാദ കുല്ലു ബിസബബിൽ മുഅ്തസില, ഇതൊക്കെ മുഅ്തസിലയുടെ കാരണം കൊണ്ടാണ്. ലിഅന്നഹും ഉർറു ബിഹാദിൽ ഖലീഫ, ഈ ഖലീഫയെ കൊണ്ട് അവർ വഞ്ചിതരായി, അവർ വഞ്ചിച്ചു എന്നതാണ്. ഫഫീ ഹാദാ ഖത്തറുൽ ഫിർഖത്തി ദ്ദാല്ല, വഴിപിഴച്ച കക്ഷികളുടെ അപകടം ഇതിൽ മനസ്സിലാക്കാം. വഖത്തറു മുസാഹബത്തിഹ വൽ ഖുർബി മിൻഹ, അങ്ങനെ വഴിപിഴച്ച കക്ഷികളുമായിട്ടുള്ള കൂട്ടുകൂടൽ, അവരോടുള്ള സാമീപ്യം, ഇതൊക്കെ അതുകൊണ്ട് അപകടം മനസ്സിലാക്കാം. വലിഹാദ, ഇക്കാരണത്താൽ കാന സലഫി യുഹദ്ദിറൂന മിൻ മുസാഹബത്തിൽ മുബ്തദിഅതി വമിൻ മുജാലസതിഹിം, ഇക്കാരണത്താൽ മുബ്തദിയ കക്ഷികളെ അവരുമായി സഹവസിക്കൽ, അവരോട് ഒത്തിരിക്കൽ, ഇത് മുന്നറിയിപ്പ് നൽകിയിരുന്നു സലഫുകൾ. മുബ്തദികൾ ആരാണ്? യഥാർത്ഥത്തിൽ ഇസ്ലാമിന് പുതിയ ആചാരങ്ങൾ, മാല, മൗലിദുകൾ, കുത്തുബിയത്ത്, ഇതൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാ. അതല്ലാതെ അവർ സുന്നികളല്ല. ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങൾ പുതുതായിട്ട് കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥത്തിൽ മുബ്തദികൾ. പല ആൾക്കാരും നേരെ തിരിച്ചാണ് മനസ്സിലാക്കുന്നത്. ലിഅന്നഹും യസ്ഫിറൂന അലാ മൻ സഹബഹും, കാരണം മുബ്തദികൾ അവരെ സഹവസിച്ചവരെ സ്വാധീനിക്കും. വഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാലൻ വദ്ദൂ മാ അനിത്തും ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫീ സുദൂറുഹും അക്ബർ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങൾ സ്വീകരിക്കരുത്, ബിതാനതൻ, രഹസ്യക്കാരെ, മിൻ ദൂനിക്കും, നിങ്ങളെ കൂടാതെ. അതായത് പുറത്തുള്ള ആൾക്കാരെ നിങ്ങൾ രഹസ്യങ്ങളെ ഏൽപ്പിക്കരുത്. നിങ്ങളെ ഉള്ളുകളികൾ, സൈനിക രഹസ്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങളെ ഏൽപ്പിക്കാൻ പാടില്ല. ലാ യഅലൂനകും ഖബാല, ലാ യഅലൂനകും ഖബാല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശം വരുന്നത്, അതിൽ അവർക്കൊരു വീഴ്ചയും വരുത്തൂല. അവർ നിങ്ങൾക്ക് നാശം വരുത്തുന്ന കാര്യത്തിൽ. വദ്ദൂ മാ അനിത്തും,
അവരിഷ്ടപ്പെടുന്ന എന്താണ്? നിങ്ങൾ പ്രശ്നത്തിലകപ്പെട്ടെങ്കിൽ എന്നാണ്, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ എന്നാണ്. ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് വെറുപ്പിൻ്റെ വർത്തമാനങ്ങൾ വെളിവായിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നത് കൂടുതൽ വലുതാണ്, കൂടുതൽ വലിയ തിന്മയാണ്. ഫഹഉലാഇ ലമ്മാ സാഹിബു ഹാദിൽ ഖലീഫ ഇസ്തമാലുഹു മഅഹും, അപ്പോൾ ഈ ഖലീഫ ഫഹഉലാഇ ലമ്മാ സാഹബു ഹാദിൽ ഖലീഫ, ഈ ഖലീഫയെ അവർ സഹവരിച്ചപ്പോൾ ഇസ്തമാലുഹു മഅഹും, അദ്ദേഹത്തെ അവരെന്ത് ചെയ്തു? വശീകരിച്ചു, അവരുടെ കൂടെ. മുഅ്തസിലി ആശയങ്ങളിൽ വശീകരിക്കപ്പെട്ടു ഈ ഖലീഫ. ഫസ്വാറ ളിദ്ദ അഹ്ലിസുന്ന, അപ്പോൾ അഹ്ലുസുന്നക്കെതിരായി ആര്? ഖലീഫ. വഖഫൽ ഇമാം അഹ്മദ് ഫി വജ്ഹിഹി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. വഅബ അൻ യഖൂല ബിഖൽഖിൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദത്തെ പറയാൻ അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ ഭരണാധികാരി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരില്ലേ, പിന്നെ അയാൾ എന്ത് തമ്മാടിത്തരം ചെയ്താലും അംഗീകരിക്കുക, അത് പ്രശ്നമല്ല, പരസ്യമായിട്ട് എതിർക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കൊരു പാഠമാണിത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവരുടെ ചരിത്രം. അങ്ങനെ ഖൽഖുൽ ഖുർആൻ വാദത്തെ ശക്തമായിട്ട് എതിർത്തു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹം ഭരണാധികാരി മഅ്മൂൻ രാജാവിൻ്റെ മുഖത്ത് നോക്കി തന്നെ അത് എതിർത്തു. ഹത്താ ദുരിബ, അദ്ദേഹം പീഡിപ്പിക്കപ്പെടുന്നതുവരെ. വസുജിന വഉദ്ദിബ, അദ്ദേഹത്തിന് അങ്ങനെ അടിയിട്ടി. ആർക്ക്? അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ജയിലടക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. വലാകിന്നഹു സബറ റഹിമഹുല്ലാ വസബറ, അദ്ദേഹം പക്ഷേ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ക്ഷമിച്ചു, അദ്ദേഹം കുറേയധികം കഷ്ടപ്പെട്ടു. വതആഖബ അലൈഹി സലാസത്തു ഖുലഫ, 3 ഖലീഫമാർ അദ്ദേഹത്തിനെതിരെ നടപടികളെടുത്തു. കുല്ലുഹും ളിദ്, എല്ലാവരും അദ്ദേഹത്തിനെതിരായിരുന്നു. അൽ മഅ്മൂൻ, മുഅ്തസിം ബില്ലാഹ്, വാസിഖ്, ഇവരൊക്കെ. വലാകിന്നഹു സബറ വഖഫ ബിഹസ്മിൻ വസിബാത്ത്, പക്ഷേ അദ്ദേഹം ക്ഷമിച്ചു, അദ്ദേഹം ദൃഢചിത്തതയോടുകൂടി സ്ഥൈര്യത്തോടുകൂടി നിലനിന്നു. വലം യഖ്ളഅ ലഹും, ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടില്ല. വസബറ അല ദർബി വൽ ഹബ്സ്, അടിച്ചിട്ടും ആക്രമിച്ചിട്ടും അതേപോലെ അറസ്റ്റ് ചെയ്തിട്ടും അതിലൊക്കെ അദ്ദേഹം ക്ഷമിച്ചു, ജയിലിലും അദ്ദേഹം ക്ഷമിച്ചു. വഅലൽ ഇഹാനത്തി ഹത്താ നസറഹുല്ലാഹു അസ്സ വജൽ, അങ്ങനെ അദ്ദേഹത്തെ പീഡിപ്പിച്ച് നിന്ദിച്ചിട്ട് അതിലൊക്കെ അദ്ദേഹം ക്ഷമിച്ചു. അങ്ങനെ അല്ലാഹു അസ്സ വജൽ അദ്ദേഹത്തിന് സഹായം എത്തിച്ചു. വജഅൽ മുതവക്കിൽ എന്ന ഭരണാധികാരി വന്നു. റഫഅൻഹുൽ മിഹ്ന, ആ പരീക്ഷണം അദ്ദേഹം ലിഫ്റ്റ് ചെയ്തു. വനാസറു, അദ്ദേഹത്തെ സഹായിച്ചു. വസ്വാറത്തിൽ ആഖിബത്തുൽ മുത്തഖീൻ, അങ്ങനെ അന്തിമ വിജയം മുത്തഖീങ്ങൾക്കായി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സർവസ്തുതിയും. വഅഖ്സല്ലാഹുൽ മുഅ്തസിലത വമൻ തബഅഹും, മുഅ്തസിലികളെയും അവരെ പിന്തുടർന്നവരെയും അല്ലാഹു നിന്ദിതരാക്കി. ഫഹാദൽ ഇമാം യജിബു അൻ നഅരിഫ മൗഖിഫഹു മിൻ അജ്ലി അൻ നഖ്തദിയ ബിഹി വഅൻ നഅരിഫ അയ്ളാ. അതേപോലെ അപ്പോൾ നമ്മൾ ഈ ഇമാമിനെ മനസ്സിലാക്കണം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവരുടെ മാതൃക, അദ്ദേഹത്തെ പിന്തുടരാൻ. അതേപോലെ നമ്മൾ അറിയണം എന്ത്? മൗഖിഫുനാ മിനൽ ഫിറഖിൽ ളാലഹ വൽ ഫിറഖിൽ മുഖാലഫത്തി ലി അഹ്ലി സുന്നത്തി വൽ ജമാഅ, പിഴച്ച കക്ഷികൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരെ പ്രവർത്തിക്കുന്ന കക്ഷികൾ, അവരുമായി നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? മൗഖിഫ് എന്താണ്? ഹത്താ ലാ നതസഹലമഅഹ, അവരുമായി നമ്മൾ എന്ത് ചെയ്യരുത്? ഉദാരമായ സമീപനം സ്വീകരിക്കരുത്. വനഅമലു അമലിയ്യത്ത് തജ്മീഇ, നമ്മൾ ഐക്യപ്പെടുത്തലിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. എന്ത്? ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഐക്യമല്ല എന്നുള്ളതാണ്. വനഖൂലു നഹ്നു നുജമ്മിഉ വലാ നുഫർരിഖു കമാ തഖൂലുഹു ബഅദു ജമാഅത്ത്, ചില കക്ഷികൾ, സംഘങ്ങൾ പറയുന്നത് പോലെ നമ്മൾ ഐക്യപ്പെടുത്തുകയാണ്, നമ്മൾ ഭിന്നത ഉണ്ടാക്കല്ല എന്ന്. അപ്പോൾ അതും പറഞ്ഞിട്ട് ഐക്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എതിരെ വരുന്ന കക്ഷികളെ എതിർക്കാതിരിക്കാൻ പറ്റില്ല. ഐക്യം വേണ്ടടുത്ത ഐക്യം ആവാം, പക്ഷേ അത് ആദർശത്തിൽ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടാവരുത് എന്നതാണ്. വലിയ ജിബു അൻ നുഫർരിഖ ബൈന അഹ്ലിൽ ഹഖ് വ അഹ്ലിൽ ബാത്തിൽ, ഹക്കിൻ്റെ സത്യത്തിൻ്റെ ആളുകളും വ്യാജത്തിൻ്റെ ബാത്തിലിൻ്റെ കളവിൻ്റെ ആളുകളെയും തമ്മിൽ വേർതിരിക്കൽ നമുക്ക് നിർബന്ധമാണ്. നഹ്നു മഅ അഹ്ലിൽ ഹഖ് വ ഇൻ ഖല്ലു,
കുറച്ചാളുകളാണെങ്കിലും നമ്മൾ ഹക്കിൻ്റെ ആളുകളുടെ കൂടാണ്. വലസ്നാമ അഹ്ലിൽ ബാത്തുലി വൈങ്കതു, ബാത്തിലിൻ്റെ ആളുകൾ അവരെത്ര അധികമാണെങ്കിലും അവരുടെ കൂടെ അല്ല നമ്മൾ. ഹാദൽ മൗഖിഫ് സ്വഹീഹ്, ഇതാണ് ശരിയായ സ്റ്റാൻഡ്. ഫൽ ഇമാമു അഹ്മദ് വഹ്ദഹു വഖഫ ഫി വജ്ഹി ഉമ്മ വനസറഹു അല്ലാഹു അലൈഹിം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് ഒറ്റയാനായിട്ട് അദ്ദേഹം ഉമ്മത്തിൻ്റെ മുമ്പിൽ നിന്നു. അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചു ജനങ്ങൾക്കെതിരെ, അദ്ദേഹത്തിനെ എതിർത്ത ആളുകൾക്കെതിരെ. വലാ ബുദ്ദ അന്നൽ ഇൻസാന യനാലുഹു അദം ഫി അദാ ഫി മുഖാബിലി മൗഖിഫിഹി വസബ്രിഹി വസിബാത്തിഹി. അപ്പോൾ തൻ്റെ സ്ഥൈര്യത്തിൻ്റെയും ക്ഷമയുടെയും സ്റ്റാൻഡിൻ്റെയും മുന്നിൽ അപ്പോൾ പ്രതിബന്ധങ്ങൾ ഒരു മനുഷ്യനുണ്ടാവും. ലാക്കിൻ മാദാമാരിൽ ഹഖി ലാ യുഹിമ്മുഹു ദാലിക്, പക്ഷേ അയാൾ സത്യത്തിലാവുന്നിടത്തോളം അത് അവന് പ്രശ്നമാക്കേണ്ട. വഹാദാമിൻ ഫി മവാസിനിഹി വഫി ഹസനാത്തിഹി ഇൻദല്ലാഹി സുബ്ഹാനഹു വ തആല. ഇങ്ങനെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നേരിടുന്ന കഷ്ടപ്പാടുകൾ, ആ വിഷയത്തിൽ സഹിക്കേണ്ട ക്ഷമ, ഇതൊക്കെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അദ്ദേഹത്തിന് നന്മയുടെ തുലാസിൽ ആയിരിക്കുമെന്നാണ്. വഫഹാദൽ ഹദീസ്, അപ്പോൾ ഈ ഹദീസ് റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. ഫി മുസ്നദി, അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ബിസനദിൻ ലാ ബഅസ ബിഹി, തരക്കേടില്ലാത്ത പരമ്പരയോടുകൂടി. വറവാഹുൽ ഹാക്കിം ഫി മുസ്തദ്രിക്കിൽ അൽ മുസ്തദ്രക് അല സ്വഹീഹ് എന്ന കിതാബിൽ ഇമാം ഹാക്കിം റഹ്മഹുല്ലാഹിയും റിപ്പോർട്ട് ചെയ്തു. വഖാല, അദ്ദേഹം പറഞ്ഞു സ്വഹീഹുൽ ഇസ്നാദ്, നല്ല പരമ്പര. വഫഖഹു അൽ ഇമാം അദ്ദഹബി റഹ്മഹുല്ലാഹ്, ഇമാം ദഹബി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തോട് യോജിച്ചു, അദ്ദേഹം നല്ല പരമ്പരയാണെന്ന് പറഞ്ഞു.